ഞാൻ പറയുന്നത് വെച്ചാൽ bird. അങ്ങനെയാണ് കാര്യങ്ങള്. അതെ, പറയാൻ വന്ന കാര്യം, പണ്ടൊക്കെ കുട്ടികളൊക്കെ, പഴയ കുട്ടികളൊക്കെ ഓൾഡ് ബോയ്സ് അല്ലെ ഓൾഡ് ഗേൾസ്, വെരി ഓൾഡ് ബോയ്സ് ആൻഡ് ഓൾഡ് ഗേൾസ് എന്ന് മനസ്സിലാവും. ഈ സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന കാലഘട്ടത്തിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴും അവരൊക്കെ ഈ ലൈൻ അടിക്കാൻ പോകും. അപ്പൊ ഈ ലൈൻ അടിക്കാൻ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. അതൊന്നും അങ്ങനെ എല്ലാവർക്കും ഇഷ്ടം. എവിടെയൊക്കെ ലൈൻ അടിച്ച് ഇറങ്ങിയാണെന്ന് കഴിഞ്ഞാൽ പിടിക്കും, പോലീസ് വരെ പിടിക്കുന്ന കാലമാണ് അല്ലേ. വീട്ടുകാർക്ക് പ്രശ്നം, നാട്ടുകാർക്ക് പ്രശ്നം. വീട്ടുകാരെ വിളിച്ചു വരുത്തി എല്ലാ വിവരങ്ങളും പറഞ്ഞ് ഇവരെ അടങ്ങിയറാക്കി ലോക്കാക്കി വിടും. അതെ, അങ്ങനത്തെ ഒരു കലാപരിപാടിയായിരുന്നു. എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നറിയോ? അയ്യോ, നാട്ടുകാരെ പോലീസുകാരൊക്കെ വലിയ പ്രശ്നമാണ്. അതായത് 80s കിഡ്സിനൊക്കെ നല്ലപോലെ അറിയാം, 70s കിഡ്സ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് അറിയാം, 90s കിഡ്സിനൊക്കെ അറിയാം. പക്ഷേ 90s അറിയാം അല്ലേ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേര് ലൈൻ അടിക്കാന്ന് പറഞ്ഞാ ഉണ്ടല്ലോ, അത് എന്താണെന്നറിയാവോ? പഴയ ലൈനടി അല്ല, പുതിയ ലൈനടി. ലൈൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി ലൈൻ ഇട്ട് കളയും. എന്നിട്ട് ലൈൻ അങ്ങ് അടിക്കും. എത്ര ലൈനാന്ന് ചോദിച്ചാൽ 3, 4, 5, 6 ആകാന്ന് പറയും. പിന്നെ ഗ്രാം കണക്കിന് ഇപ്പൊ ലൈൻ അടിക്കുന്നു. പണ്ടൊക്കെ പെണ്ണുങ്ങളുടെ കണക്കെ ഉള്ളതാണ്. ഇതിനകത്ത് ഏത് ലൈനടിയാന്ന് ബെറ്റർ ലൈനടി? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ പഴയ ലൈനടി ഒന്നൊരു പ്രശ്നമല്ലാന്ന്. വെറുതെ ആവശ്യമില്ലാതെ ലൈനടിക്ക് പേരുദോഷം ഉണ്ടാക്കി വെച്ചിട്ട് വെറുതെ ഓരോ ഉടായ്പ കാണിച്ച പഴഞ്ചന്മാരായ ഈ വല്യപ്പന്മാരും പിന്തിരിപ്പം മൂരാച്ചികളൊക്കെ കൂടി ലൈനടിക്കിട്ട് കയറി കൊണച്ച് അല്ലേ. ഇപ്പൊ അവരുടെ മക്കളെ ചോദിക്കടാ, ലൈനടി കുഴപ്പം വന്നവന്മാര്. അപ്പൊ ദേ കിടക്കുന്നു അവനെ ലൈൻ അടിച്ച് പൊഴപ്പിയവന്മാരുടെ മക്കളൊക്കെ ഇപ്പൊ വേണ്ട ലൈനും അടിച്ച് നടക്കുക. ആ പിള്ളേരോട് ലൈൻ അടിക്കാൻ പറഞ്ഞ അവന്മാര് കേക്കത്തില്ല. അവന്മാർക്ക് ലൈനാണ് അടിക്കേണ്ടതെന്ന്. മറ്റേത് ഇത്രയൊക്കെ ഉള്ളതെന്ന്. ഇത് ഒന്ന് ഊതുന്നു, ഒന്ന് വലിക്കുന്നു. ഏതാ എന്തെല്ലാം കാര്യം, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അന്ധകാലത്തെ കുട്ടികൾ ഊതുകയായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികൾ വലിച്ചു കയറ്റുകയാണെന്ന്. ലൈനടി. അങ്ങനെ ലൈനടിയെ പറ്റി ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഏത് ലൈനടിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഇന്നും പഴയ ലൈനടി പറ്റും, പുതിയ ലൈനടി പറ്റും. ഇനി അതിലും പുതിയ വേറെ എന്തെങ്കിലും അടി വന്നാൽ ഈ ലൈനടിയൊക്കെ ഒരു ചെറിയ അടിയായി മാറും. അതുകൊണ്ട് ഇപ്പോഴത്തെ ലൈനടി ഭയങ്കര ലൈനടിയാന്നൊക്കെ പറഞ്ഞാൽ വേറെ കാര്യമുണ്ടോ? ഈ ലൈനടി ഇങ്ങനെ പോണെങ്കിലേ ഈ ലൈനടി ടീം ഇവിടെ ഇറങ്ങി വേറെ അടി നടത്തൂടെ, മനസ്സിലാവുണ്ടോ? അതിന്റെ അഗ്രഷൻ ഒക്കെ വരാൻ കിടക്കുന്നുള്ളൂ, വേറെ പരിപാടി ഇവിടെ നടക്കാൻ. പിന്നെ മെയിൻ ആൾക്കാർ, അതായത് ഇപ്പോഴത്തെ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന കുറച്ച് പേര് തെറിക്കാൻ പോകുന്നുണ്ട്. തെറിക്കും കുറയണം. അതായത് അന്ധകാലത്ത് ഈ ലൈനടി ഇല്ലേ, ഏതെങ്കിലും ചെറുക്കിന് പെണ്ണുള്ള ലൈനടി, അതിനടിച്ച് കഴിഞ്ഞാൽ കെട്ടാൻ പറ്റത്തില്ല. അവര് ഭയങ്കര ജാതി ഇപ്പോഴും പാടാ. കുറച്ച് പിള്ളേരൊക്കെ ലൈൻ അടിച്ചിട്ട് അങ്ങ് പോവും, അല്ലാതെ മറ്റേ വീട്ടിൽ കയറി അടിക്കാൻ നിൽക്കത്തില്ല. ഇപ്പൊ ലൈൻ ഇടുന്നവരും ചെറുക്കനും പെണ്ണും ഒക്കെ തന്നെ അത് സമ്മതിച്ചു, അത് കറക്റ്റ് ആണ്. പക്ഷെ അന്നത്തെ ആ പ്രേമ പരിപാടിക്കകത്ത് കല്യാണം കഴിപ്പിക്കാതിരിക്കുക, ചേട്ടനും അനിയനൊക്കെ തമ്മിൽ അടി ഉണ്ടാക്കുക, അങ്ങനെ കുറെ കൊലപാതകം, അതുപോലെ തന്നെ ആത്മഹത്യ നടക്കുക, ജീവിതം തകരുക, വേറെ കെട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ അവൾ അവിടെ നിന്ന് ആടി പോവുക, എന്നിട്ട് പറയുന്ന കുടുംബങ്ങൾ തകർന്നു, മറ്റേതായി മറിച്ചായി, അതിനകത്ത് പെണ്ണുങ്ങൾക്ക് കുറ്റം, കുട്ടികൾക്ക് കുറ്റം എല്ലാം പറഞ്ഞ് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് എന്താ ഉണ്ടായത്? ഇവര് നന്നാക്കാനല്ലേ നോക്കിയത്. അങ്ങനെയൊക്കെ പോകുന്നത് തെറ്റാണ്, ഇങ്ങനെ പോകുന്നതാണ് ശരി. എന്നിട്ട് അവസാനം എന്തായി? നാടിപ്പോഴും മുടിഞ്ഞു കുത്തുവാള എടുത്ത് കിടക്കുന്നു.
ഇതും പറഞ്ഞ് നടക്കുന്നവൻ ഇപ്പോഴും ദാരിദ്ര്യവും ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടും അനുഭവിച്ച് ജീവിക്കുന്നു. അല്ലാത്തവനെ കൂടെ ദാരിദ്ര്യത്തിലേക്ക് കുന്തിയിടുന്നു. ഇതൊക്കെയല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിടിച്ചുപറി, ബലാത്സംഗം, മോഷണം, കൊലപാതകം, അതെല്ലാ കാലത്തും നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ലൈനടി അതിനകത്ത് ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. കുറച്ചുപേരെ മരിക്കും, കുറച്ചുപേരെ കൊല്ലും, പിന്നെന്താ സംഭവിച്ചത്? കുറച്ചുപേരുടെ ജീവൻ തകരും.